നമ്മൾ മലയാളികൾ ഇപ്പോൾ ആകാംക്ഷയുടെ മുനമ്പിലാണ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നറിയാൻ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 10 ദിവസത്തിനു മുകളിലായിരിക്കുന്നു. 3 പ്രമുഖ നേതാക്കളാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിൽ കെ.സി. വേണുഗോപാലിന്റെ കാര്യമെടുത്താൽ MLA-മാരുടെ പിന്തുണയിലും KPCC ഭാരവാഹികളുടെ ഇടയിലും അദ്ദേഹത്തിന് വലിയൊരു ആധിപത്യമുണ്ട്. പക്ഷേ മറുവശത്ത് സോഷ്യൽ മീഡിയ നോക്കിയാൽ അവിടെ മൊത്തം VD സതീശൻ തരംഗമാണ്. പൊതുജനങ്ങളുടെ താൽപര്യവും സതീശന് അനുകൂലമാണ്. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യമെടുത്താലോ, പാർട്ടിയിലെ സീനിയോറിറ്റിയും എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു സമവായ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഇതിനിടയിൽ മുതിർന്ന നേതാവ് AK ആന്റണി ഒരു പ്ലാൻ മുന്നോട്ട് വച്ചിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുക, VD സതീശന് സുപ്രധാന വകുപ്പുകൾ നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക, KC വേണുഗോപാൽ പക്ഷത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ഇതായിരുന്നു ആ ഫോർമുല എന്നാണ് പുറത്തുവന്ന സൂചന. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇത് സമ്മതിച്ചതായും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് കളി വീണ്ടും മാറിയിട്ടുണ്ടെന്നാണ്. ഇവിടെയാണ് മുസ്ലിം ലീഗ് എന്ന കിങ് മേക്കറുടെ റോൾ വരുന്നത്. UDFന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാറ പോലെ കൂടെ നിന്ന പാർട്ടിയാണ് ലീഗ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ ആ സ്വപ്നതുല്യമായ വിജയത്തിന് പിന്നിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച ലീഗിന്റെ അധ്വാനം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ലീഗിന്റെ നിലപാടിനെ തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. പക്ഷേ ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ലീഗിനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. മാത്യു കുഴൽനാടനെ പോലെയുള്ളവർ പക്വതയില്ലാതെ സംസാരിച്ചപ്പോൾ MM ഹസൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ലീഗിന് ഈ വിഷയത്തിൽ എന്ത് കാര്യം എന്ന രീതിയിൽ സംസാരിച്ചത് ലീഗ് നേതൃത്വത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പാണക്കാട് ഹൈദരലി തങ്ങളുടെ വീട്ടിൽ ഒരു അടിയന്തര യോഗം നടന്നു. എല്ലാവരും കരുതിയത് ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കാനാണെന്നാണ്. എന്നാൽ യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 2 കാര്യങ്ങളാണ്. കോൺഗ്രസ് ആദ്യം മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, അപ്പോൾ ഞങ്ങളുടെ നിലപാട് പറയാം. സതീശനു വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുന്ന നേതാവാണ് സാദിഖ് അലി തങ്ങൾ. അപ്പോൾ തീരുമാനമെടുക്കാൻ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് സതീശൻ ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇതിനെല്ലാം പുറമെ മറ്റൊരു നിർണായക നീക്കം നടത്തിയത് VM സുധീരനാണ്. ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട അദ്ദേഹം പറഞ്ഞത് ജനഹിതം അറിഞ്ഞു മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നാണ്. അതായത് ജനങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് അവർ മുഖ്യമന്ത്രിയാകണം എന്ന്. ഇത് സതീശന് അനുകൂലമായ മറ്റൊരു ഘടകമാണ്. മാത്രമല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ AK ആന്റണിയും K മുരളീധരനും പോലും കേരളത്തിലെ നിലവിലെ സാഹചര്യവും ജനങ്ങൾ ആരെയാണ് മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നത് എന്ന വസ്തുതയും ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് സൂചനകൾ. എന്നാൽ VD സതീശനെ പ്രതിസന്ധിയിലാക്കിയത് തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ അനുകൂലിച്ചു എന്നതായിരുന്നു. നിലവിൽ വിജയിച്ച MLA-മാർക്ക് പുറത്തിറങ്ങി നടക്കാനോ പരിപാടികളിൽ പങ്കെടുക്കാനോ വിജയം ആഘോഷിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന വസ്തുതയുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച ചില MLA-മാരുടെ പേരുവിവരങ്ങൾ പുറത്തുവന്നത് യഥാർത്ഥത്തിൽ സതീശനാണ് ഗുണകരമായത്. പിണറായി സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത സതീശനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർക്കിടയിൽ ഈ MLA-മാരോട് അതൃപ്തിയുണ്ടാകാൻ ഇത് കാരണമായി. കൂടാതെ നിഷ്പക്ഷ നിലപാടുള്ളവരും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരുമായ MLA-മാർ പോലും സതീശന് പിന്തുണയുമായി വരാൻ ഈ സാഹചര്യം ഇടയാക്കി. KC വേണുഗോപാലിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും സമവായത്തിലെത്തുന്നതിനുമാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് 14-ാം തീയതി പകൽ 11-നും 12-നും ഇടയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത്. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും രമേശ് ചെന്നിത്തലയ്ക്ക് ക്യാബിനറ്റിൽ ഉചിതമായ പദവി നൽകുകയും ചെയ്യാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. അവസാന നിമിഷം പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും ജനവികാരവും കണക്കിലെടുത്താണ് ഹൈക്കമാൻഡ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 14-ാം തീയതി ഉച്ചയോടെ VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചേക്കും. ശക്തമായ ഒരു VD സതീശൻ തരംഗം കേരളത്തിലുണ്ടെന്ന വസ്തുത ഹൈക്കമാൻഡ് മനസ്സിലാക്കിയതായാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നാൽ KC വേണുഗോപാൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചതായും വിവരമുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള യോഗത്തിന് ശേഷവും അന്തിമ തീരുമാനം മാറ്റിവെച്ചത് ഈ സാഹചര്യങ്ങൾ KC വേണുഗോപാലിനെ ബോധ്യപ്പെടുത്താനാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതിനോടകം തന്നെ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ നിർണായകമായ ഒരു നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചന. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള കലഹത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ താനില്ല എന്ന നിലപാടിലേക്ക് വേണുഗോപാൽ എത്തിക്കഴിഞ്ഞുവെന്ന് അറിയുവാൻ കഴിയുന്നുണ്ട്.
എല്ലാ കാലത്തും പാർട്ടിക്ക് വേണ്ടി അചഞ്ചലനായി നിലകൊണ്ടിട്ടുള്ള തന്നെപ്പോലൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വിഭാഗം എത്തിച്ചേർന്നതിൽ വേണുഗോപാലിന് ഏറെ ദുഃഖമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയോടും മല്ലികാർജുൻ ഖാർഗെയോടും താൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന നിലപാട് വേണുഗോപാൽ പ്രഖ്യാപിച്ചതായും അറിയുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാലിനെ പോലെയൊരു നേതാവിനെ എല്ലാ പ്രതിസന്ധിയുടെ കാലത്തും രാഹുൽ ഗാന്ധിക്ക് നിഴലായി പാർലമെന്റിനകത്തും പുറത്തും നിലകൊണ്ട ഒരു നേതാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. KC വേണുഗോപാലിനുണ്ടായ മനോവേദന പരിഹരിക്കുക എന്ന ചിന്തയുണ്ടായാൽ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു കേൾക്കുകയുള്ളൂ എന്ന വസ്തുതയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി നിലനിൽക്കുന്ന ഏക ഘടകം. ഏതായാലും വരാനിരിക്കുന്ന UDF മന്ത്രിസഭയിൽ VD സതീശൻ നിർണായക പദവിയിലുണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും. ഒന്നുകിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാകും. ഒരുപക്ഷെ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായേക്കും. VD സതീശന് അനുകൂലമായുള്ള പൊതുവികാരം കണക്കിലെടുക്കാതെ ഏകപക്ഷീയമായ തീരുമാനമെടുത്താൽ അത് കേരളത്തിൽ കോൺഗ്രസിനും UDFനും വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് ഹൈക്കമാൻഡിനുണ്ട്. പുറത്തുവരുന്ന സൂചനകളും രഹസ്യ വിവരങ്ങളും അനുസരിച്ച് 14-ാം തീയതി രാവിലെ 11-നും 12-നും ഇടയിൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കർണാടകയിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ സംസ്ഥാനം കത്തുമെന്ന രീതിയിലായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ അനുകൂലികളായ നേതാക്കൾ പ്രതിഷേധം ഉയർത്തിയത്. എന്നാൽ ഭൂരിഭാഗം MLAമാരുടെയും MP മാരുടെയും പിന്തുണ സിദ്ധരാമയ്യയ്ക്കായിരുന്നു. സ്വാഭാവികമായും ചർച്ചകൾ സിദ്ധരാമയ്യയ്ക്ക് അനുകൂലമായി മാറുകയും ഒടുവിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ വാഴിക്കുകയും ചെയ്തു. അതായത് ഭൂരിഭാഗം MLAമാരും പിന്തുണയ്ക്കുന്നു എന്നത് മാത്രമാണ് അവസാന നിമിഷവും KC വേണുഗോപാൽ ക്യാമ്പിന്റെ പ്രതീക്ഷ. VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള പോരിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് പരിഗണിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധിയുടെയും AK ആന്റണിയുടെയും പിന്തുണ ചെന്നിത്തലയ്ക്കുണ്ടെന്നാണ് സൂചന. ഒരു സമവായ ഫോർമുല ഉരുത്തിരിയുകയാണെങ്കിൽ ചെന്നിത്തലയ്ക്ക് നറുക്കുവീണേക്കാം. അതേസമയം VD സതീശൻ പക്ഷം പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്നു. ഗ്രൂപ്പ് താൽപര്യങ്ങളെക്കാൾ ജനവികാരത്തിന് പ്രിയങ്ക മുൻഗണന നൽകുമെന്നും അത് സതീശന് അനുകൂലമാകുമെന്നുമാണ് അവരുടെ കണക്കുകൂട്ടൽ. ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള തീരുമാനമാണെങ്കിൽ KCക്കും ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ സതീശനും, ഗ്രൂപ്പ് പോര് തീർക്കാനുള്ള സമവായമാണെങ്കിൽ ചെന്നിത്തലയ്ക്കും സാധ്യതയുണ്ട്. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആ പേര് ഉച്ചയ്ക്ക് 1 മണിയോടെ ഇന്ദിരാഭവനിൽ വെച്ച് ദീപാദാസ് മുൻഷി പ്രഖ്യാപിക്കും. രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്ന രാഹുൽ ഖാർഗെ സഖ്യം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സൂചനയാണ് നൽകുന്നത്. ഈ സസ്പെൻസ് ഉച്ചയ്ക്ക് 1 മണിയോടെ ഇന്ദിരാഭവനിൽ വെച്ച് ദീപാദാസ് മുൻഷി വെളിപ്പെടുത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാരക്രമത്തിന് തുടക്കമാകും. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.